ഒരു പഞ്ചായത്തിൽ നടക്കുന്ന സേവനങ്ങൾ ഏറ്റവും സമൂഹത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള സേവനമാണ് പഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്നത്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഒരു അദ്ദേഹം പറഞ്ഞ പോലെ ഒരു സാധാരണക്കാർ വരുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു മെമ്പർ, അവരുടെ വാർഡിൽ ഒരു മെമ്പർ ഉണ്ടെങ്കിൽ ആ മെമ്പർ ത്രൂ അവരത് നടത്താൻ ശ്രമിക്കും. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അപ്പൊ നമുക്കറിയാം ഏത് സെക്ഷനിൽ പോകണം എന്താണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതൊരു ഇടനിലക്കാരെന്നുള്ള രീതിയിലല്ലാതെ സേവനം ഉദ്ദേശമല്ല. നമ്മൾ ഏതായാലും നമ്മളൊരു സേവനത്തിന് ജയിക്കില്ലുള്ള അടുത്തല്ല ഇമ്പോർട്ടന്റ്. നമ്മുടെ വാർഡിൽ നമ്മുടെ വാർഡിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്നറിയോ, നിങ്ങൾ പറഞ്ഞ നിഷേധാത്മകമായി എല്ലാം ഒന്നും ശരിയാവില്ല എന്നുള്ള നിഷേധാത്മക നിലപാട് പൊതുവേ ഉള്ളതാണ്. ഞാൻ എക്സ്പീരിയൻസ് ഉള്ള ഡിപ്പാർട്ട്മെന്റും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും മോശക്കാരാണെന്നുള്ള രൂപത്തിൽ വർത്തമാനം പറയും. അങ്ങനെ പറയുന്നത് രാഷ്ട്രീയക്കാരും നിങ്ങൾ അനുഭവത്തിന്റെ വെളിച്ചം പറയുന്ന പറഞ്ഞാൽ എന്താ, നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ ഇടപെട്ടിട്ടുള്ള മേഖല കറപ്റ്റഡ് ആണെന്നാണ്. അല്ലാതെ നിങ്ങൾ എല്ലായിടത്തും പോയിട്ടില്ല. അപ്പൊ നിങ്ങളുടെ ബിസിനസ് നന്നാക്കണമെങ്കിൽ കറക്റ്റായ വഴിയിലൂടെ പോകണം. എങ്കിൽ മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകൂ. അല്ലാതെ ഈ നിലപാടുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവില്ല. മോനെ ധൈര്യമായിട്ട് വിശ്വസിച്ചോ, കേരളത്തിൽ നമ്മളൊരു ശതമാന സ്റ്റഡി നടത്തിയിട്ടില്ല പോലും ഒരു 5% ആൾക്കാർ പോലും കാണത്തില്ല. അതെ അതെ അതെ, തീർച്ചയായിട്ടും അത്ര കുറവാ. നമ്മളത് കുറച്ച് കാണരുത്. കാര്യം അറിയോ, നമ്മൾ ഈ കൈക്കൂലി വാങ്ങാത്തവനെ കുറിച്ച് എന്താ പറയുന്നത്? അയക്ക് പണി അറിയത്തില്ല, ഇത് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല, മണ്ടനാന്ന് പറയും ആള്. നമ്മളങ്ങനെയല്ല. ഈ 5% കൂടി നമ്മള് സത്യസന്ധന ഹരിചന്ദ്രനാക്കണം. അയാൾ പറഞ്ഞില്ലേ, കേരളത്തിന് വെളിയിൽ കമ്പനികളൊക്കെ നടത്തുന്നവർ പൊതുവെ പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും അഴിമതിയൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ പ്രോപ്പർ ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് നടക്കുമെന്നും ഇവിടെ അത് കൊടുത്താലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് പറയുന്നത്. ഫ്രണ്ട്ലി അല്ല എന്നുള്ളൊരു വാക്കുണ്ട്. കാരണം പൈസ അതൊക്കെ മാറുന്നു. പൈസ വിൽക്കുന്ന കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുള്ള കാര്യം അവർ പറയുന്നത്. പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുന്നു ഇതെല്ലാം മാറുമെന്നുള്ള പ്രതീക്ഷയോടെ തന്നെ. ഓക്കെ, നമുക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.